TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. 14 പ്രതികളിൽ 11 പേരും ഇന്ന് നേരിട്ട് ഹാജരാകും. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ എടപ്പകത്തും അടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുക. വിനീത VG ചേരുന്നു. ഗുഡ് മോർണിംഗ് വിനീത VG, പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ രണ്ട് അപ്പീലുകളാണ് കോടതിക്ക് മുൻപാകെയുള്ളത്. അതായത് ഒന്ന് സർക്കാർ നൽകിയതും മറ്റൊന്ന് KK രമ നൽകിയതുമാണ് ഈ ഹർജികൾ. ഈ വധശിക്ഷയിലെ കുറഞ്ഞൊന്നും പ്രതികൾ അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്നലെയും KK രമ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ രണ്ട് ഹർജികളും കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെയും ഈ കേസിൽ വാദം തുടർന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രതികൾക്ക് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. ഈ ഘട്ടത്തിലാണ് പ്രതികൾ ശിക്ഷയിൽ ഇളവ് വേണം എന്നുള്ളൊരു കാര്യം കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നതിൽ പ്രധാനമായും പ്രതികൾ രണ്ടു കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത്. അവരുടെ കുടുംബ പശ്ചാത്തലം, പലർക്കും വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് വേണം. മറ്റു ചിലർക്ക്, ജ്യോതിബാബു ഉൾപ്പെടെയുള്ള പ്രതികൾക്കൊക്കെ ആരോഗ്യനില വളരെ മോശമാണ്, നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഈ കേസിൽ നിന്ന് മാറ്റണം, ഒഴിവാക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രതികൾ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഈ 12 പ്രതികളിൽ 11 പ്രതികൾ രാവിലെയോടുകൂടി തന്നെ അവരെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ജ്യോതിബാബുവിനെ ഓൺലൈനിലാണ് ഹാജരാക്കിയത്. ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം ജയിൽ സൂപ്രണ്ടും കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇതിന്റെ തുടർവാദങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ഒരുപക്ഷെ ഈ പ്രതികൾക്ക് അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ചില നിർണായക തീരുമാനങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായേക്കും. ഇവരുടെ ഈ പ്രതികളുടെ ആരോഗ്യ മാനസിക നില പരിശോധിച്ച റിപ്പോർട്ട്, ഒപ്പം തന്നെ ജയിലിൽ ഇവരുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളും ഇന്നലെ കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് പ്രതിഭാഗത്തിനൊപ്പം തന്നെ പ്രോസിക്യൂഷന് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിവിധ ജയിലുകളിൽ ഉണ്ടായിരുന്ന പ്രതികളെ കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ അവിടെ നിന്നാണ് ഈ പ്രതികളെ ഹൈക്കോടതിയിലേക്ക് എത്തിച്ചത്. ഇന്നും സമാന രീതിയിൽ തന്നെ പ്രതികളെ രാവിലെയോടുകൂടി ഹൈക്കോടതിയിൽ എത്തിക്കും. ഒപ്പം ഒരു 10:30 വീണ്ടും ഈ കേസിന്റെ തുടർവാദങ്ങൾ ഉണ്ടായേക്കും. ഓക്കെ, താങ്ക് യു വിനീത VG ആണ് നമുക്കൊപ്പം ചേർന്ന്.